ഒരു ഫിഷ് കറി വയ്ക്കാനുള്ള പരിപാടി നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഇഞ്ചി ഒരു നല്ല 2 പീസ് എടുത്ത് കൊത്തി അരിഞ്ഞ് വെക്കണം. അതുപോലെ വെളുത്തുള്ളി ഒരു 7-8 എണ്ണം എടുത്ത് നല്ല രീതിയിൽ ഞുറുക്കി ചെറുതായി ഞുറുക്കി 2 തണ്ട് കരിയാപ്പത്തി, പിന്നെ ഒരു 7 കുടംപുളി ഇത്രയും എടുത്ത് വെക്കണം. പിന്നെ മസാലകൾ ഇതിന് വേണ്ടുന്നതെല്ലാം എടുത്ത് വെക്കുക ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ. അതിനുശേഷം സ്റ്റൗ നമ്മൾ ഓൺ ചെയ്ത് മീൻ കറി വയ്ക്കാനുള്ള മീൻ ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ ഇടുന്ന മസാലകളെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാൻ പരുവത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടുമ്പോൾ സ്വല്പം ഉലുവ ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഒന്ന് ഇതാകുമ്പോൾ പച്ച മാറുമ്പം ഇഞ്ചി അരിഞ്ഞതിടണം. ഇഞ്ചി അരിഞ്ഞതിട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചിയുടെ ആ പച്ച മണം മാറുമ്പം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളിയും ആ പച്ച സ്മെല്ലൊക്കെ മാറി ഒരു ചെറിയ കളർ മാറി വരുമ്പോൾ പതിയെ കരിയാപ്പല, അടുത്ത കരിയാപ്പല ഒരു തണ്ടേ ഇടാവേ, ഒരു തണ്ട് നമുക്ക് ലാസ്റ്റ് ഇടാൻ വേണമേ കറിയെല്ലാം ആയി കഴിയുമ്പോൾ. അങ്ങനെ കരിയാപ്പലയും ഇട്ടിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഉലുവാപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, കശ്മീർ ചില്ലിയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്, എരിയായിട്ട് ഉപയോഗിക്കാറില്ല ഞങ്ങൾ. അതുകൊണ്ട് അതൊരു 3-3.5 സ്പൂണോളം ഇടുന്നുണ്ട്. 3 സ്പൂൺ മതി ഞങ്ങൾക്ക്, ഇച്ചിരി അതിൻ്റെ ഒരു കളറ് കൊഴുപ്പൊക്കെ കിട്ടണമെന്ന് വിചാരിച്ചാൽ 3-3.5 സ്പൂൺ. പിന്നെ സ്വല്പം കായം. പിന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അടുത്തത് ആവശ്യത്തിന് ഉപ്പിടണം. പിന്നെ ഇത് ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പിട്ടിട്ട് ആ എണ്ണയിൽ മിക്സ് ചെയ്യണം. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പൊടി കരിയാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്, സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും അതിനകത്ത് വെള്ളം ഒഴിക്കാൻ പോകും. അതുകൊണ്ട് തന്നെ അപ്പം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, സ്റ്റൗ ഓൺ ചെയ്ത് സിമ്മിലിട്ട് വയ്ക്കും. നോക്കിക്കേ, പൊടി കരിയത്തില്ല, സ്റ്റൗ ഓൺ ചെയ്തില്ല, അതുകൊണ്ടാണ്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് അതൊന്ന് സിമ്മിലിട്ട് വെച്ചുകൊണ്ട് അതിനകത്ത് നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളമിട്ട് ഈ പൊടിയില്ലേ മിക്സാക്കണം ആ വെള്ളത്തിനകത്ത്. അങ്ങനെ മിക്സാക്കി മീൻ നമ്മൾ എത്ര എടുത്തിട്ടുണ്ടോ അത്രയും മുങ്ങിക്കിടക്കാൻ, ഞാനിത് 1 കിലോ മീനോടെ എടുത്തിട്ടുണ്ട്. 1 കിലോ മീനിന് മുങ്ങിക്കിടക്കാനുള്ള അത്രയും വെള്ളം വേണം. ഒന്ന് സ്വല്പം മേലോട്ട് നിൽക്കണം വെള്ളം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അത് തിളച്ച് വരുമ്പം മീനിൻ്റെ അകത്തുനിന്ന് വെളുത്തിറങ്ങത്തില്ല. അപ്പം മീൻ കറി വേറൊരു സ്മെല്ലുണ്ടാകും, അത് നമുക്ക് കഴിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് അങ്ങനെ നല്ല ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് സ്വല്പം പോരാ, അതുകൊണ്ട് ഞാൻ സ്വല്പം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പുളിയും കൂടി ഇട്ടിട്ട് ഇത് തിളയ്ക്കാൻ വയ്ക്കണം. അത് ഇനി നല്ല രീതിയിൽ തിളച്ച് വരുന്നത് നമുക്ക് അടച്ച് വയ്ക്കാം. അടപ്പടച്ച് വയ്ക്കാമേ. അടപ്പടച്ച് വെച്ച് നല്ല തിള വരുമ്പോൾ നമ്മളിനി തുറന്ന് ഫുള്ളിൽ കിടക്കുമല്ലേ, അതൊന്ന് സിമ്മിലിട്ടുകൊണ്ട് അതിനകത്ത് എന്ത് ചെയ്യണം, സ്റ്റൗ ഒന്ന് സിമ്മിലിട്ടിട്ട് കഷ്ണങ്ങളെല്ലാം പെറുക്കിയിടണം. കഷ്ണങ്ങളെല്ലാം പെറുക്കിയിട്ടിട്ട് കണ്ടോ, എനിക്ക് ആ കഷ്ണങ്ങളെല്ലാം ലെവലിൽ കിടക്കാനുള്ള ശരിക്കും ഞാൻ ചാറ് ഉണ്ടാക്കി അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ വെള്ളമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ അങ്ങനെ ഒരു മീനിനും ഒരു രുചി കാണത്തില്ല, വേറൊരു സ്മെല്ലൊക്കെ വരും. അങ്ങനെ ഇളുമ്പ് അങ്ങനെ കണ്ട് പറയും സ്മെല്ലിന്, അങ്ങനത്തെ നാറ്റം വരും. അപ്പോൾ ആ മീൻകറി ഒരു നല്ല രുചിയായിരിക്കുമല്ലോ, അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാം മുക്കി അതിനകത്ത് നല്ല രീതിയിൽ ഇട്ടതിന് ശേഷം നമ്മൾ തവി കൊണ്ടൊന്ന് താത്ത് കൊടുക്കുവാണേ. ഇനി നമുക്കത് വീണ്ടും എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തിളയ്ക്കാൻ വേണ്ടി അടച്ച് സ്റ്റൗ ഒന്ന് ഫുള്ളിലിട്ട് വയ്ക്കാം. പതിയെ നോക്കിക്കേ. ഇനി ഞാൻ അടച്ച് വയ്ക്കുക. അടച്ച് ഫുള്ളിലാക്കി ഇനി എന്ത് ചെയ്യണം, ഇനി അത് നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് മതി, 20-25 മിനിറ്റ്സ് അങ്ങനെ തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുക. തീ ഫുള്ളിലാണ് കിടക്കുന്നത്. അതൊരു 15-20 മിനിറ്റ്സ് മതി. അത്രയും തിളയ്ക്കുമ്പോഴത്തേക്കും മീനൊക്കെ ആകും. പിന്നെ അതിൻ്റെ അടപ്പ് തുറന്ന് സ്വല്പം ഉലുവാപ്പൊടിയും സ്വല്പം കായം, ഇതൊക്കെ ഒരു മണവും ടേസ്റ്റും കിട്ടാനൊക്കെ. ഉലുവാപ്പൊടി ഇടുമ്പോൾ ഒരു കൊഴുപ്പൊക്കെ കിട്ടും. പുളിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതിനകത്ത്, അപ്പം ഉലുവ ഇടുമ്പോൾ അതൊക്കെ ബാലൻസ് ആയിക്കോളും. എന്നിട്ട് ഉപ്പും ഇട്ടിട്ട് കായവും ഇട്ടിട്ട് ഉപ്പല്ല ഉലുവാപ്പൊടിയും കായവും ഇട്ടതിന് ശേഷം അതിന് മേൽ സ്വല്പം ഒരു തണ്ട് കരിയാപ്പലയും കൂടി ഇടുക. കരിയാപ്പില നമ്മൾ 2 തണ്ട് എടുത്തതിൽ 1 ഇപ്പോഴാണ് ഞാൻ ഇടുന്നത്. ഇട്ടിട്ട് ഇനി സ്വല്പം വെളിച്ചെണ്ണ അതിൻ്റെ മേളിൽ തൂകിയേച്ച് നമുക്കിനി വീണ്ടും ഇത് അടച്ച് വയ്ക്കാം. അടച്ചൊരു 5 മിനിറ്റ് വെച്ചാൽ മതി. 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ കറി റെഡിയായി. പിന്നെ നമുക്ക് എടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാം.